ഹെലികോപ്റ്റർ വന്നിറങ്ങുകയാണ്. മൂന്നാമത്തെ ഹെലികോപ്റ്ററും ഇതാ വന്നിറങ്ങുകയാണ്. 3 ഹെലികോപ്റ്ററുകളിലായാണ് വ്യോമ നിരീക്ഷണത്തിനായി പോയത്. കാലാവസ്ഥ അനുകൂലമാണ്. വ്യോമ നിരീക്ഷണം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. അനുകൂല കാലാവസ്ഥയിൽ തന്നെ വ്യോമ നിരീക്ഷണം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ റോഡ് മാർഗം ദുരന്തബാധിത പ്രദേശങ്ങളായ ചൂരൽമലയിലേക്കും ഒപ്പം ബെയിലി പാലം കടന്ന് മുണ്ടക്കൈ ഭാഗത്തേക്കും പ്രധാനമന്ത്രി പോകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംഘവും SKMJ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് വന്നിറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആദ്യത്തെ കോപ്റ്ററിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരായിരുന്നു. ഇപ്പോൾ വന്നിറങ്ങിയ ഈ 2 കോപ്റ്ററുകളിലായിരിക്കും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ അടങ്ങുന്ന സംഘം സഞ്ചരിച്ചിട്ടുണ്ടാവുക. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. SKMJ ഹെലിപ്പാഡിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വയനാടിന് ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന വയനാടിൻ്റെ കണ്ണീരൊപ്പാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംഘവും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. വയനാടിൻ്റെ ദുരിതം എത്രയാണെന്ന് നേരിട്ടറിഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രിയും സംഘവും എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ വയനാടിന് പ്രഖ്യാപിക്കാൻ പോകുന്ന സഹായം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏത് രീതിയിലാണ് വയനാടിനെ സഹായിക്കേണ്ടത്, എങ്ങനെയാണ് വയനാടിനെ കരപിടിച്ച് ഉയർത്തേണ്ടത്, മലയാളികൾ ഒന്നടങ്കം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനവേളയിൽ പ്രഖ്യാപിക്കുന്ന രക്ഷാ പാക്കേജ് എത്രയാണ് എന്നറിയുന്നതിനാണ്. ആകാശ നിരീക്ഷണം നടത്തിയതിനു ശേഷം ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രയാണെന്ന് നേരിട്ട് ബോധ്യപ്പെട്ടതിന് ശേഷം പ്രധാനമന്ത്രി പ്രഖ്യാപിക്കാൻ പോകുന്ന സഹായം അതെങ്ങനെയാണ്, വയനാടിനെ പൂർണ്ണമായും റീബിൽഡിംഗ് വയനാട് അതാണോ സംഭവിക്കാൻ പോകുന്നത് എന്നതാണ് അറിയേണ്ടത്. നമുക്കിപ്പോൾ തത്സമയം ദൃശ്യങ്ങൾ കാണാം. പ്രധാനമന്ത്രി ഇനി റോഡ് മാർഗം ചൂരൽമലയിലേക്ക് പോകും. ഇപ്പോൾ ഹെലികോപ്റ്ററിൽ SKMJ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിറങ്ങിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് ചൂരൽമലയിലേക്ക് പോകുന്നതിനായി വാഹനവ്യൂഹം തയ്യാറാക്കിയിരിക്കുന്നത്. ചൂരൽമലയിൽ നിന്ന് തുടർന്ന് ബെയിലി പാലത്തിലേക്ക് പ്രധാനമന്ത്രി കടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പ്ലാനാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. വയനാടിനെ ചേർത്ത് പിടിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആ പ്രഖ്യാപനമാണ് നമ്മൾ കാത്തിരിക്കുന്നത്. വയനാട് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള മലയാളികൾ കാത്തിരിക്കുന്നത് ആ നിമിഷത്തിനായാണ്. ഇന്ന് 3 മണി വരെയുള്ള സമയമാണ് പ്രധാനമന്ത്രി വയനാട്ടിലെ ദുരന്തബാധിത മേഖലകളിൽ ചെലവഴിക്കുക. ആ യാത്രാവേളയിൽ കണ്ടുമുട്ടുന്ന ഓരോ മുഖങ്ങളും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ മുഖത്തേക്ക്. കാരണം കേരളത്തിൻ്റെ കൈപിടിക്കാൻ, മലയാളിയുടെ കൈപിടിക്കാൻ അങ്ങനെയുള്ള ഒരു രക്ഷാ പാക്കേജാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദുരന്തത്തിൽപ്പെട്ടവരും ദുരന്തം കണ്ടു നിന്നവരും ദുരന്തത്തിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നതുമായ ലോകമെമ്പാടുമുള്ള മലയാളികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ആ പ്രഖ്യാപനത്തിന് വേണ്ടിയാണ്. ദുരന്തത്തിൻ്റെ പൂർണ്ണമായ വ്യാപ്തി അത് പൂർണ്ണമായി കണ്ടറിഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇപ്പോൾ കൽപ്പറ്റയിലേക്ക്